കുഴപ്പമൊന്നും ഒരു പ്രതീക്ഷയില്ലാതാണല്ലോ അല്ല ഇതിന്റെ അർത്ഥം എന്തുവാ ഇത് മുമ്പോട്ട് പോവാ. യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാങ്ക് വീഡിയോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രാങ്ക് എന്ന് വെച്ചാൽ ഞാനും ഏട്ടത്തിയും ജിബിന ചേച്ചനും കൂടെ ചേർന്ന് ഞങ്ങൾ മമ്മീനെ പ്രാങ്ക് ചെയ്യാൻ പോവാം. പ്രാങ്ക് ഒന്നുമില്ല, ഞങ്ങൾ ഒരു ഐറ്റം മേടിച്ചു കേട്ടോ. എന്ത് ചേച്ചി സാധനം? ഈ സംഭവം മേടിച്ചു കേട്ടോ. ഇതിൻ്റെ പേരെന്തുവാ? ഇങ്ക് ബോൾട്ട്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി ടാറ്റുവാണ്. അതുകൊണ്ട് ടാറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 1.5 നിൽക്കും. പിന്നെ അത് തനിയെ അങ്ങ് പൊക്കോളും. നമ്മൾ പെർമനൻ്റ് ആയിട്ട് ടാറ്റു ചെയ്യാത്തവർ ഇത് ഒട്ടിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതൊരെണ്ണം മേടിച്ചു, 3 സെറ്റ് മേടിച്ച്. അപ്പോൾ ഞാനും ജിബിന ചാച്ചനും ഞങ്ങൾ ടാറ്റു അടിച്ചതായിട്ട് മമ്മിയുടെ അടുത്ത് പോയി പ്രാങ്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ചേച്ചിയാണ് ഞങ്ങളെ ഒരുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ ആദ്യത്തെ കടമ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയൊക്കെ ഒന്ന് എന്താ പറയുന്നത്, ഇതൊക്കെ ഒന്ന് ഷേവ് ചെയ്യണം. കയ്യിൽ രോമം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഷേവ് ചെയ്യണം. എനിക്ക് വലിയ പണി കാണത്തില്ല കേട്ടോ, കാരണം എനിക്ക് ഇവിടെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ജിബിനച്ചൻ്റെ അങ്ങനെയല്ല, ജിബിനച്ചൻ്റെ ഇവിടെ ആയിരുന്നു, അതുകൊണ്ട് ഇത് ഫുൾ ക്ലീൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് പക്ഷേ ഇത്രയും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല, എനിക്ക് ഇത്രയും ഭാഗം ക്ലിയർ ചെയ്താൽ മതി. നമ്മുടെ പരിപാടിയും കഴിഞ്ഞു. ഇനി അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊട്ടിക്കുക. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിവിടെ തെളിയത്തില്ല കേട്ടോ, കുറച്ച് 2 ദിവസം പിടിക്കും അത് പ്രോപ്പറായിട്ട് ഡാർക്കാണ്. അപ്പോൾ നമ്മളിതിവിടെ ഒട്ടിച്ചിട്ട് 2 ദിവസം വെയിറ്റ് ചെയ്ത് ഫുള്ളി ഡാർക്കനാണ്. എന്നിട്ട് പിന്നീടായിരിക്കും മമ്മിയെ പ്രാങ്ക് ചെയ്യാൻ പോകണം. അങ്ങനെ പ്ലാൻ ചെയ്തേക്കണം. ജിബിനച്ചൻ സംഭവം വെച്ചാൽ വീറ്റ് യൂസ് ചെയ്തപ്പോഴേ കൈക്ക് അലർജി ആയി കേട്ടോ, ചുമന്നായി കൈ. അപ്പം ഇതിന്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഷേപ്പ് ചെയ്യുക, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്കിന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ സ്കിൻ ഡ്രൈ ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പീൽ ഓഫ് ദ പ്രൊട്ടക്റ്റീവ് ഫിലം. ഇതാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇത് എനിക്കാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ജിബിനച്ചൻ ഒട്ടിക്കുന്നത് ഇതാണ്ട് ഇതാണ്. അതെ, ഇത് എനിക്ക് ഇതാ ഒട്ടിക്കുന്നത്. ഇതിന്റെ പ്രൊട്ടക്റ്റീവ് ഫിലം ഉണ്ട്, അത് റിമൂവ് ചെയ്യുക. പ്ലേസ് ദ ടാറ്റു ഫേസ് ഡൗൺ ഓൺ യുവർ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറകിൽ ഈ വൈപ്സ് വെള്ളത്തിൽ മുക്കി നനച്ചെടുക്കുക. 10 to 15 seconds. Okay. Until the complete tattoo fully dry നനയണം, വെറ്റ് ആവണം. Wet cloth ആയാലും കുഴപ്പമില്ല. Gently remove the wet tattoo paper to reveal the design. Let the tattoo dry. Do not touch it. ഉണങ്ങുന്ന വരെ തൊട്ടാ കുളമായി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചേച്ചി ആദ്യത്തേറെ ഞാനാണ്, നമുക്ക് നോക്കാം. നനഞ്ഞ തുണി വേണം ചേച്ചി. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാൽ 2 ദിവസം കൊണ്ട് നമുക്ക് ഈ പ്രാങ്ക് പരിപാടികൾ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നമുക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഫുള്ളി ഡാർക്കാവും ഒരു 2 ദിവസം കഴിഞ്ഞ്. ഇത് ഗ്രാജുവലി ഇങ്ങനെ ലൈറ്റ് ചെയ്യുന്ന ഇങ്ങനെ ഡാർക്ക് ആവത്തുള്ളൂ. മസിൽ വിടാല്ലേ? ഇത്ര മസിൽ വേണ്ട, ലൂസാക്കി വിടാം. ടൈറ്റാക്കി വിടുമ്പോഴായിരിക്കും ലൂസാക്കുമ്പോൾ ഇങ്ങനെ ഉണങ്ങാന്നിരിക്കുന്നത്. മറന്നു പോലെ സ്റ്റെപ്പുകൾ മറന്നാ തേഞ്ഞ്. ഓക്കെ, ക്ലീൻ ചെയ്യൂ. നല്ല സുഖം, ഒരു തണുപ്പുണ്ട്. ഇത് സക്സസ് ആവണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പരിപാടി തുടങ്ങുക. അയ്യോ ചോദിച്ചാ പോകുന്നത് പോകും മിക്കവാറും കട്ടിലേ വീഴാനായി. ഇത് മൊത്തം ചേച്ചിക്കാ പ്രാങ്ക് കിട്ടാൻ പോകുന്നത്. നനഞ്ഞെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊക്കെ ഇളക്കിട്ടോ. ഇതിനിപ്പോൾ 2 മണിക്കൂർ 2 ദിവസം എടുക്കും. ഉണങ്ങുന്ന വരെ ദൈവമേ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം നിങ്ങൾക്ക് ടാറ്റു അടിക്കണം എന്നാൽ നിങ്ങൾക്ക് വേദന ഉള്ളവരാ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, വേദന സൂചി പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ ഇന്ന് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നതിനൊരു തെറ്റുമില്ല.
2 ആഴ്ച നിൽക്കും. അതിനുശേഷം തനിയെ ഇത് തന്നെ പോക്കോളും. അപ്പോൾ ജസ്റ്റ് ലൈഫിൽ ഓരോരോ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്യുന്നത്. എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രം പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 ആഴ്ച വെയിറ്റ് ചെയ്യും കേട്ടോ. 2 ആഴ്ച വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങളുടെ അടുത്ത് പറയാം. നല്ല എന്തായാലും മമ്മി മിക്കവാറും ബോധം കെട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ത് സമ്മതിച്ചാലും മമ്മി ഇത് സമ്മതിക്കത്തില്ല. ടാറ്റു അടിക്കുന്ന സാധനം മമ്മി സമ്മതിക്കത്തേ ഇല്ല. അപ്പോഴാണ് ഞങ്ങൾ 2 പേരും കൂടെ ടാറ്റു അടിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനത്തെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഇനി ഉണങ്ങട്ടെ. ഇനിയിപ്പോൾ ജിമിനച്ചൻ്റെയും കൂടെ വെയിറ്റ് ചെയ്യാം. ജിമിനച്ചൻ്റെ ആ ഈ മറ്റേ എന്താ പറയുക അലർജിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ജിമിനച്ചൻ്റെയും കൂടെ കാണിക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അയ്യോ. അപ്പോൾ ഞാനേ താഴോട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചിരുന്നതായിരുന്നു. ഇനിയിപ്പോൾ നടക്കത്തില്ല. ഞാൻ ഇനി ഇത് ഉണങ്ങിയിട്ട് ഹാഫ് സ്ലീവ് ഇട്ടുകൊണ്ട് താഴോട്ട് എല്ലാം ഒന്ന് ചിരിക്കും. ഇതിപ്പോൾ ഉണങ്ങട്ടെ. തൽക്കാലം ജിമിനച്ചനെ മെറ്റിച്ചേച്ചി താഴെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക. കുറച്ചുകൂടെ മേപ്പോട്ട് പോട്ടെ, ഇച്ചിരിയും കൂടെ മേലോട്ട് പോട്ടെ. ബസ് ബസ് ബസ്. നേരെ 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 അത് നേരെ. വേണ്ട വേണ്ട ചേച്ചി 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 തന്നെ ചെയ്യും. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അങ്ങനെ വെള്ളം വന്നു. ഇനി മറ്റേ വൈപ്സ് അല്ലേ, വൈപ്സ് വെച്ച് നല്ലോണം വൈപ്പ് ചെയ്തോ. ആ മാർക്ക് ചെയ്തേക്കുന്നത് മാഞ്ഞു പോകല്ലേ. ആ ഡ്രൈ ആവട്ടെ കുറച്ച് നേരം. അടി കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ള കാര്യം. മിക്കവാറും ഒലക്കൊക്കെ ആയിരിക്കും അടി കിട്ടാൻ പോകുന്നത്. ഇനി ഞങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് വന്നിരിക്കുകയാണ്. ഫൈൻ മേലോട്ട് മേലോട്ട്. ആ അങ്ങനെ കറക്റ്റ് കറക്റ്റ്. ആ നേരെ നേരെ ചേച്ചി അങ്ങോട്ടങ്ങ് വെച്ചോ. ആ ഒരു അളവിനനുസരിച്ച് താഴോട്ട് പോട്ടെ. ആ ഓക്കെ ഓക്കെ കറക്റ്റാ കറക്റ്റാ. നനയണം അത് മൊത്തം കേട്ടോ. പേപ്പർ ഫുള്ള് നനയണം. അതൊക്കെ വന്നേ. ഒരു ആരോ കറക്റ്റാ. 2 3 4 കറക്റ്റ് പോനെ. കറക്റ്റ് വന്ന്. പക്ഷെ നമ്മുടെ കൈക്ക് ഇത് ചെറുതാണ്. ആ ചേച്ചിക്കൊരു ടാറ്റു കിട്ടി, പൊള്ളൽ ടാറ്റു. അപ്പോൾ ഇതിനി ഉണങ്ങട്ടെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളായിരിക്കും. ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഉണങ്ങണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒട്ടിക്ക് ചോദിച്ചാൽ ഇപ്പോൾ വൈകിട്ടായി. അപ്പോൾ എന്തായാലും ഒരു ദിവസം കുറഞ്ഞെങ്കിലും എടുക്കണം. മറ്റന്നാൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. മറ്റന്നാൾ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. നല്ലോണം വെച്ചാൽ അത്യാവശ്യം നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജിമിനച്ചൻ്റെ ഇച്ചിരി ലൈറ്റാണ്, പക്ഷേ എന്നാലും കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കൊട്ടാരക്കരയ്ക്ക് പോകാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബൈക്കിൽ അങ്ങ് വരുമോ. ശരിക്കും പറഞ്ഞാൽ 2 പരിപാടിയുണ്ട്. ഒന്ന് ഞങ്ങളുടെ വണ്ടി ഒന്ന് സർവീസിന് കൊടുക്കണം, ബൈക്ക് സർവീസിന് കൊടുക്കണം, കാറ് ഇൻഷുറൻസിന് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും അതിനാണ് പോകുന്നത്. പക്ഷേ തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു കാണും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് മമ്മിയെ പ്രാങ്ക് ചെയ്യാന്നുള്ള രീതി നിൽക്കുക. അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പറയാമല്ലോ, ഇപ്പോൾ കൊട്ടാരക്കര പോയി ടാറ്റു അടിച്ചാണെന്ന് പറയാമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇപ്പം ഞങ്ങൾ നേരെ കൊട്ടാരക്കരയ്ക്ക് പോവാണ്. അപ്പോൾ ഞാൻ ബൈക്കിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇനി ബൈക്ക് അവിടെ സർവീസിന് കൊടുത്തിട്ട് തിരിച്ച് കാറേ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര വന്നു. ബൈക്ക് കൊടുത്തിട്ട് ബൈക്ക് ഇനിയിപ്പം ഉച്ചയോടെ കിട്ടുമെന്നാണ്. പക്ഷേ നമുക്ക് ഉച്ചയ്ക്ക് പോയി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം വൈകിട്ട് പോയി ബൈക്ക് എടുക്കാമെന്ന് വെച്ചിരിക്കുക. കാറിൻ്റെ പരിപാടീസും കഴിഞ്ഞു. ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. വീട്ടിൽ ആരോ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാമെന്നാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നോക്കട്ടെ. ഞങ്ങൾ മിക്കവാറും അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും ഗസ്റ്റ് പോകും. ഇൻ കേസ് പോവുകയാണെങ്കിൽ നേരെ കൊണ്ടുപോയി പ്രാങ്ക് ചെയ്യാം. ഇൻ കേസ് ഗസ്റ്റ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്രാങ്ക് ചെയ്യത്തില്ല. പുള്ളിക്കാരിയൊക്കെ പോയതിന് ശേഷം സാവധാനം ചെയ്തോളൂ. കാരണം ഇൻ കേസ് എന്തെങ്കിലും പറഞ്ഞ് മമ്മി തലയിറങ്ങി വല്ല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ മമ്മിയുടെ അടുത്ത് പ്രാങ്ക് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. മമ്മിയോട് ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നേരെ മമ്മിയെ നേരെ അടുക്കളയിൽ പോയി പ്രാങ്ക് ചെയ്യാമേ. മമ്മിയേ ഇതുണ്ട് സുഖം. ആണോ? നമ്മുടെ അടുത്ത് നമ്മുടെ 2 പറഞ്ഞുണ്ടല്ലോ. 3 വീടിലും അവിടെ പോയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ഒരു കൊച്ച് നേഴ്സിംഗ്. ഞങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്തതാ. ഓക്കെ മീ വന്നേ, ഒരു കാര്യം കാണിക്കാം. എന്തോ കാണിക്കണേ.
എങ്ങനെയുണ്ട് അമ്മി? ഇവനെ ഇത് കാണിച്ചത് ഇവനെ ഇതെന്താ ചേച്ചി ചൂലും കൊണ്ടു ഫസ്റ്റ് നല്ലതല്ലേ? കൈക്ക് ചേർന്നില്ലേ അമ്മി? ഞാൻ പറയത്തില്ല ശരിയാണെന്നുള്ളത്. അതെന്താ? പറയത്തില്ല ഇത്. കേട്ടോ ഇങ്ങനെയുള്ളതല്ലേ. ഞാൻ കുറച്ച് ദിവസം ഞാൻ പ്ലാൻ ചെയ്യില്ല. ഇതിനകത്ത് എന്തോ ഇതിന്റെ ഇതെന്തോ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ എപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ലൈഫ് ഇതുവരെ മുന്നോട്ട് പോയില്ല. എപ്പോഴും മുമ്പോട്ട് പോവാൻ കഷ്ടമുണ്ട് കേട്ടോ. ഇത് മായുന്നയാണോന്നല്ല. അല്ലല്ല സോപ്പിട്ട് കഴിയുന്നു പോത്തില്ല. പോത്തില്ല അമ്മി. അതിനി കുറച്ചും കൂടെ ഡാർക്ക് ആവും. അയ്യേ എന്തൊരു വൃത്തിയുടെ നീ കുഴുക്ക ഇട്ടോണ്ട് വാ. പക്ഷെ അത് വൃത്തികേടായി പോയി. ഇതെങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? പട്ടിയല്ല സിംഹം. സിംഹമാണോ ഈ വീട്ടിന്റെ ഇത്? എങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? സാധനം എങ്ങനെയുണ്ട്? നാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവ്. വീട്ടിലെ രാജാവ് ദൈവമാണ്. വീട്ടിലെ രാജാവ് ദൈവമല്ലല്ലോ. ദൈവത്തിന്റെ എന്താണെന്നോ കൊടുക്കാൻ ക്രോസ് ആക്കാൻ. ദൈവത്തിന്റെ അടിച്ചോ കുഴപ്പമുണ്ടോ? ഈ കയ്യിലടിക്കാം. ക്രോസ് ഈ കയ്യിലടിക്കാം. എന്തോരു വേദന. ഈ കൈ ഫ്രീയാ. ഈ കൈ ഫ്രീയാ. ഈ കയ്യിലടിക്കാം. പക്ഷേ കൊച്ചു പിള്ളേരാകുമ്പോ എനിക്ക് നിങ്ങളെ മേല് നോക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നിലും വളർന്നു പോയി. ഇനി ചേച്ചിയുടെ കാണി. മജി ഇതെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കൊള്ളോ? അങ്ങനൊന്നുമില്ല. അമ്മച്ചി എന്തോ പറയണോ എന്നുള്ളൊരു ഇന്നല്ലേ അടാ. മറ്റുള്ളവരുടെ മുമ്പിൽ മമ്മി എന്തിനാ നിക്കുന്നത്? ഞങ്ങൾ ജീവനച്ചന്റെ ടാറ്റു ഞാൻ കാണിക്കാം. ചേച്ചാ ടാറ്റു കാണിച്ചേ. ഇതിപ്പോ ഈ ഇവിടെ ഇച്ചിരി ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഈ സാധനം കുറച്ചും കൂടെ കഴിയുമ്പോൾ ഡാർക്ക് ആവും. ഈ കളറോ അങ്ങനെ അമ്മി ഇതിപ്പോ ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ കളറോ ഡാർക്കോ അടിച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നു. ഇത് മമ്മി മുമ്പോട്ട് പോവാ. അതുകൊണ്ടാ വെച്ചേ. ദൈവം സഹായിച്ച് മുമ്പോട്ട് പോകും. മമ്മി പോയി കഴിഞ്ഞാൽ എനിക്ക് മമ്മി എവിടെ പോകുന്നതിന്? മമ്മി എവിടെ പോകുന്നതിന്? മമ്മി എവിടെ പോകുന്നത്? മമ്മിയെ എന്റെ വെച്ചെന്താണ് ഇങ്ങനെ സ്ലീവ് താക്കുമ്പോ കാണത്തില്ല. ആണ്ടേ എന്ത് കാണുന്നില്ല. നമ്മള് പൊക്കിയാലേ കാണത്തുള്ളൂ. മമ്മി ഉള്ളിനുള്ളിൽ ഒരു ചിരിയൊക്കെ ഉണ്ട്. അമ്മക്ക് ഇഷ്ടപ്പെട്ടത് വേറെ ഞാൻ ഇഷ്ടപ്പെടുത്തില്ല. ഇത് ഈ ഒരു കാര്യത്തിന് ഞാൻ ഇഷ്ടപ്പെടുത്തില്ല. ബാക്കി ഏത് കാര്യത്തിനും എനിക്ക് ഡിസൈൻ ആണോ എനിക്ക് കടുക്കനോ? എന്തോ പറ്റി പറഞ്ഞു കൊടുക്കേ. ഒരു കടുക്കനും കൂടെ ആയിക്കഴിഞ്ഞാ പൊളിക്കും. സർപ്രൈസ് കൊണ്ട് തന്നെയാണ് എനിക്ക്. ഇതല്ലേ സർപ്രൈസ് അല്ലേ ഇത്? മമ്മി ഞെട്ടിയില്ലേ? മമ്മി നമ്മളോടുള്ള ദേഷ്യം പാത്രത്തിൽ തീർക്കല്ലേ. ആകെയുള്ളൊരു പാത്രമാണ്. ചവിട്ടി പൊട്ടിക്കല്ലേ. അതിനാണ് ഈ ചവിട്ടി പൊട്ടിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. എന്നെ കൊല്ല്, എന്നെ കൊല്ല്, എന്നെ കൊല്ല്. അയ്യോ നെഞ്ചത്തടിക്കാതെ. വാട്ട് ആൻ ആക്ടിങ്. ചിരിയുണ്ട്, എന്നാലും ചിരിയുണ്ട്. ഉള്ള കാര്യം പറയല്ലോ മീ, ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച ഏട്ടത്തിയ. ടാറ്റു അടിക്കുന്നില്ല എന്ന് വെച്ച് ചേച്ചിയാണ് അവസാനം എന്നാ പിന്നെ ടാറ്റു അടിച്ചേക്കാം. ആണ് 100% ഞാൻ അതിൽ
ഉറച്ചു നിൽക്കും. ചേച്ചി ചെയ്തില്ല, പക്ഷെ ജിബിന ചേനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അമ്മി ഇത് അമ്മി വലിയ വിലയായില്ല, ബൈ 1 get 1 ആയിരുന്നു. ജിബിന ചേച്ചൻ അടിച്ചപ്പോ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അങ്ങനെ നമ്മള് മർത്തോമക്കാര്, നമ്മള് പള്ളിയിൽ പോകുന്നവര് ഈ ഒരു അവസ്ഥയില് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ പുറകോട്ട. വേറെ ഏതിനും കൂട്ടു നിൽക്കും, പക്ഷെ ഈ കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. എന്തിനും കൂട്ടിക്കോ? എന്തിനും എന്തിനെന്ന് വെച്ചാ മറ്റുള്ള ഏത് കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മമ്മിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കല്ല മമ്മി കൂട്ടി ഞാൻ കൂട്ടു നിൽക്കും. അതിന് യോജിക്കാൻ പറ്റിയതാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഇല്ല. അമ്മ എന്തും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുവന്നു? അല്ല, അവിയലിന് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് കുറെ മമ്മി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൊച്ചില്. മമ്മി പറയാം അതിൻ്റെയൊക്കെ അന്നല്ലോ നീ ഇപ്പൊ എനിക്ക് തന്നത്. അന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയതിന്റെ ആണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ പിള്ളേരെ കാണിച്ചു വെച്ച വേല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പറഞ്ഞു കേട്ടല്ലോ. ടാറ്റു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിന്റെ കാരണം കമന്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ അങ്ങനെ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമന്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കമന്റ് ചെയ്യണം. ഇഷ്ടപ്പെടാത്തതിന്റെ റീസൺ എന്താന്ന് കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അപ്പൊ അറിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമുക്ക് അങ്ങനെ അറിയാം. ആരുടെ ടാറ്റു വന്നല്ലേ? ജിബിൻ അച്ചസിന്റെ ആണോ? ആണോ? ഇതൊക്കെ രസമല്ലേ മമ്മി? എല്ലാത്തിനും കാരണക്കാരി ചേച്ചി ആണാണ് ആണ്. അമ്മി എന്റെ കുഴപ്പം ആണ്, വെള്ളം മൊത്തം പോയി. കണ്ടോ ഇത്ര സ്നേഹമുള്ള അമ്മ എവിടെ കിട്ടും? ടാറ്റു അടിച്ചിട്ട് വന്നാലും മക്കൾക്ക് തേങ്ങ വെള്ളം എടുത്തു തരുന്ന സ്നേഹനിധിയായ അമ്മ. താങ്ക് യു. അത് ശരിയാ. ഈ മധുരം ഇല്ല വെള്ളത്തിന്. ആക്രി പിടിക്കാത്ത വെള്ളം, മാക്രി. മമ്മി ഇതൊക്കെ ഇനി യൂസ്ഡ് ആവും. മമ്മി കണ്ട് ശീലോ. അതെ തേങ്ങ തരുമോ? അതിനിപ്പോ എന്നാ തേങ്ങ തരുമോ? ഇങ്ങനോ ഒരു ടാറ്റു അടിക്കാൻ സമ്മതിക്കുന്നതിന്. അല്ല മമ്മിയെ സോപ്പിടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? ഒരു തേങ്ങയൊക്കെ നമ്മളിങ്ങനെ തിരുമ്മി കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. തേങ്ങ തിരുമ്മണ്ടേ. എന്തോ മമ്മി എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഇപ്പൊ നീന്നാ പറഞ്ഞ ജിബിനൊക്കെ ഓക്കെ. അത് ഇളയവൻ പിന്നെ പോക്കാ. ഇളയവൻ പിന്നെ ഇതൊക്കെ ചെയ്യുമെന്ന് അറിയാം, പക്ഷെ മൂത്തവൻ ചെയ്യുമെന്ന് മമ്മി വിചാരിച്ചില്ല. ഒരു പ്രതീക്ഷ ഇല്ലാതാണല്ലോ മമ്മി ഇതൊക്കെയാ ജീവിതത്തിൽ ഓരോരോ കൊച്ചു കൊച്ചു സന്തോഷം. അപ്പുറം കയ്യിലടിക്കാം. മമ്മിയുടെ സൈഡിൽ നിന്ന് ഒരു അപ്രൂവലോ കിട്ടിയാൽ മതി. നിന്നതും കൊള്ളാം, വന്നതും നിന്നതും കണക്കായി പോയി. ഇല്ലേ മമ്മി? റിവീൽ ചെയ്യാം. ബാ, അങ്ങനെ ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോവാണ്. അക്കൂന്ന് എഴുതിക്കോ. അമ്മേ ഇങ്ങോട്ട് നോക്ക് അമ്മി. ഇതും കഴുകിയാ പോകുന്നതാ. അയ്യോ ചിരിയുണ്ടോ മുഖത്തെ? കുറച്ചു ദിവസം നിൽക്കും. ഇത് മഷിയാ. ഇത് മഷിയാ. മൈലാഞ്ചി ഇടുന്ന പോലെ അത്രേ ഉള്ളൂ. മമ്മി നമ്മളങ്ങനെ ഇടുവോ? അയ്യോ ഒരു പ്രായം കഴിഞ്ഞിട്ട് 60 വയസ്സ് കഴിഞ്ഞാൽ അതാ പറഞ്ഞു. ജീവനസാ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞിട്ടേ ഇടത്തുള്ളൂ. അമ്മ ഞാൻ ഇടത്തില്ല കേട്ടോ.
ഞാൻ എടുത്തു. ഈ ലോകത്തിൽ ഞാൻ മമ്മിയുടെ കൊടുത്തു. ഞാൻ മമ്മിക്ക് സപ്പോർട്ട്. ഞാൻ മമ്മിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മള് നെറ്റി ഒന്ന് കണ്ണു കാണിച്ചില്ല. നെറ്റി ഒന്ന് കണ്ണു കാണിച്ചില്ല. അമ്മ മമ്മി ചുമ്മാതാണെന്നെങ്കിലും കാണിച്ചില്ല കേട്ടോ. ആ അപ്പൊ ഇങ്ങനെ പ്രാങ്ക് എങ്ങനെ ശരിയാവുന്നു? ഇന്നത്തെ പ്രാങ്ക് മമ്മിയാണ്. ഇന്നലെ ഫുൾ സ്ലീവ് ഇട്ടോണ്ട് വന്നെന്തിനാ? മമ്മി എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു. മമ്മി എന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ITM കയറില്ല, ബാങ്കിൽ കയറിയ മമ്മീന്റെ അടുത്ത് ചോദിച്ചു, ഇവൻ പൊതുവെ ഇങ്ങനെ ഫുൾ സ്ലീവ് ഒന്നും ഇടാത്തതാണ്. എന്തൊക്കെയാണ് ഇന്ന് മെനഞ്ഞാന്ന് ചെയ്താലേ ഇന്നത്തോട് ഇത് തെളിയത്തുള്ളൂ. 2 ദിവസം എടുക്കും ഇത് തെളിയാൻ. ആ കേട്ടാ കണ്ട ഒരു സ്റ്റിക്കർ ഒട്ടിക്കോ, അതിന്റെ മേളിൽ വെള്ളം ഒഴിച്ചിട്ട് തേക്ക് ഇളക്കുമ്പോ ഇതവിടെ. അപ്പൊ ഇന്നത്തെ പ്രാങ്ക് മമ്മിക്കായിരുന്നു. നമുക്ക് നൈസിനെ പപ്പേനെ ഒന്ന് വിളിച്ച് കാണിക്കാവേ. എല്ലാവരും പ്രാങ്കോ. സത്യം പറഞ്ഞാൽ മമ്മിയായിരുന്നു നിങ്ങളുടെ ടാർഗറ്റ്. മമ്മി സത്യം പറഞ്ഞാൽ പ്രാങ്കായി. പപ്പയ്ക്ക് പക്ഷെ പെട്ടെന്ന് കത്തുമായിരിക്കും. മമ്മി പപ്പേനെ വിളിക്കുക. അയ്യോ അനദർ കോള് കാണിക്കുന്നു. അയ്യോ പപ്പ ബിസി ആയി പോയി. അല്ലാതെ ഇപ്പൊ പപ്പേനെ കൂടെ പ്രാങ്ക് ചെയ്യായിരുന്നു. ഇതൊക്കെ നമ്മുടെ കൊച്ചു ചെറിയ സന്തോഷങ്ങളായിട്ടോ. വീട്ടിലെ അമ്മേനൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പറ്റിക്കുന്നത് നല്ലതായിരിക്കും. നല്ലൊരു രസമാണ് അല്ലേ അമ്മി? അമ്മി അവിടെ അവിയലുണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. അത് മരണത്തിന് പോയുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.